ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷൂസ് വ്ളോഗിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് എന്ന് പറയുന്നത് ഐഷ എന്നായിരുന്നു. ഞാനൊരു മുസ്ലിം ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഭാഗം മാത്രം കേട്ടിട്ട് ഈ കഥയിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഥ ആദ്യം മുതൽ ആസ്വദിച്ച് കേൾക്കണം, എന്നാലേ ലാസ്റ്റത്തെ ആ ഒരു ത്രില്ല് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാനൊരു മുസ്ലിമാണ്. പിന്നെ എൻ്റെ ഉൾഭാഗങ്ങളിലോട്ട് കിടക്കാം. ഞാൻ പറയുന്നത് നല്ലൊരു റോസ് കളർ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. എനിക്ക് നല്ല വെള്ളയായിരുന്നു. ആ വെള്ളയിൽ കുറച്ച് റോസ് മിക്സ്, അത് ഫേസിൽ മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്നെ എല്ലാവരും കണ്ടെങ്കിലും ആദ്യം അവർ പറയും അവള് നല്ല വെളുത്ത പെണ്ണായിരുന്നു. എന്നെ കുറിച്ച് ചോദിച്ചെങ്കിൽ ആദ്യം പറയും ആ വെളുത്ത പെണ്ണല്ലേ, മനസ്സിലായി. അങ്ങനെ തന്നെ എൻ്റെ ഫേസ് കണ്ടാ പറയും. പക്ഷെ എൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഫേസിന്റെ 18 കളറായിരുന്നു. എൻ്റെ ഇവിടെയും കൈകളിലൊക്കെ എൻ്റെ കൈ കാണുന്ന സ്ഥലത്ത് കളർ കുറവായിരുന്നു, കാണാത്ത സ്ഥലത്ത് കളർ കൂടുതലായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിംസ് പർദ്ദയിട്ടിട്ടാണല്ലോ പുറത്തൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്ന സ്ഥലത്ത് കുറച്ച് വെയിലൊക്കെ വെളിച്ചം കുറച്ച് വെയിലൊക്കെ കൊള്ളുമ്പോൾ അവിടെ മാത്രം വേറെ കളറാവും, ബാക്കി ഭാഗങ്ങളിൽ നല്ല വെള്ള കളറായിരിക്കും. അപ്പോ അതുപോലെയായിരുന്നു എന്നെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം എന്റെ മുഖം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു റോസ് മിക്സ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. നല്ല വെള്ളയായിരുന്നു, ആ വെള്ളയിൽ ഒരു റോസ് മിക്സ്. അതുകൊണ്ട് തന്നെയാണ് പകുതി മുസ്ലിംസിന്റെ കളർ ഇങ്ങനെ, അതായത് ഫേസിലൊക്കെ പിന്നെയും കളറ്, പക്ഷെ അതിൽ 10 അവരുടെ കൈകളിലൊക്കെ. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ദിവസം ഞാൻ കോളേജിൽ പോകുന്ന ടൈം ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ അവിടെ സ്റ്റേഷനിൽ ഒരു പയ്യനെ കാണുകയാണ്. അതായത് അവിടെ ബോർഡ് ഉണ്ടാവുന്നില്ലേ ഏത് സ്റ്റേഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ അവിടെ ഒരു ഭയങ്കര നീളമുള്ള പയ്യൻ ഇങ്ങനെ ഇവിടെ കൈവച്ച്, അതായത് ആ സ്റ്റേഷന്റെ ബോർഡ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റേഷന്റെ ബോർഡിൽ ഇങ്ങനെ കൈവച്ച് ചാരി നിൽക്കുകയായിരുന്നു. അവന് അത്യാവശ്യം നീളമുണ്ട്, അത്യാവശ്യം കളറുണ്ട്, അത്യാവശ്യം നല്ല ബോഡിയും നല്ല മസിലൊക്കെ ഉള്ള ഒരു പയ്യനായിരുന്നു. എനിക്കങ്ങനെ പയ്യന്മാരെ ആദ്യം തന്നെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. ഇവൻ എന്താന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കണ്ട ഉടനെ ഞാൻ ട്രെയിനിൽ നിന്നും ഇങ്ങനെ അവിടെ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ, പക്ഷെ അവൻ ഈ ട്രെയിനിൽ കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിശയപ്പെട്ടു പോയി. അതായത് നല്ല ഉഗ്രം പയ്യൻ, കണ്ടാൽ ആർക്കും ഒരു ആഗ്രഹം തോന്നുന്ന ഒരു പയ്യനായിരുന്നു. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൻ ഈ ട്രെയിനിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ആ ട്രെയിൻ എടുക്കുന്നവരെ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഓക്കെ, ഈ സീൻ ഇവിടെ കഴിഞ്ഞു. ഞാൻ പിന്നെ കുറെ ദിവസം അവനെ നോക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവൻ ഈ ട്രെയിനിൽ തന്നെയായിരുന്നു കാണാറുണ്ടായിരുന്നത്. ആ ട്രെയിനിൽ തന്നെ കയറി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു. അതായത് അവൻ വേറൊന്നുമല്ല, അവൻ നമ്മളെ കോളേജിലായിരുന്നു, അതായത് എൻ്റെ കോളേജിൽ. എനിക്കതുകൂടെ കേൾക്കുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ, ഞാൻ വിചാരിച്ചു അവനൊരു ലുക്കുള്ള പയ്യനായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അവനെ കണ്ടു, അവനൊരു ലുക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അവനൊന്ന് ആ ഒരു സ്റ്റേഷനിൽ വേറെന്തിനോ ആവശ്യത്തിന് വന്നതായിരിക്കും, അവൻ ആ ട്രെയിനിൽ പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവനെ അവിടെ ഒഴിവാക്കി. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അവൻ ആ ട്രെയിനിൽ കയറി. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് അവനെ കിട്ടുമോ എന്ന് തോന്നി. പിന്നീട് ഞാൻ വിചാരിച്ചു ട്രെയിനിൽ അങ്ങനെ എത്ര പേര് കയറുന്നു, അങ്ങനെയൊന്നും കിട്ടത്തില്ല. അങ്ങനെ എല്ലാ ഹോപ്പും അവൻ ഒരിക്കലും കിട്ടത്തില്ല, അവനെ വിട്ടുകള എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറയുമ്പോ തന്നെയായിരുന്നു അവനെ ഞാൻ എൻ്റെ കോളേജിലും കൂടെ കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഇവൻ എനിക്കുള്ളതാ. മാത്രമല്ല എൻ്റെ അതേ ഫ്ലോറിലായിരുന്നു, ഞാൻ 3rd ഫ്ലോറിലാണെങ്കിൽ അവനും അതേ ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവനെ കിട്ടിയത് തന്നെ. അങ്ങനെ അവിടെ എനിക്കൊരു ഹോപ്പ് കിട്ടി. അതായത് അവനെ എനിക്ക് എങ്ങനെയെങ്കിലും വിചാരിച്ചാൽ കിട്ടുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ അവിടെ കഴിഞ്ഞു. പെട്ടെന്ന് കോളേജ് ഞാനിങ്ങനെ അവനെ ചിന്തിച്ചിരിക്കുമ്പോഴായിരുന്നു മാഷ് വരുന്നത്. മാഷ് പറഞ്ഞു എന്താന്ന് വെച്ചാല് കോളേജിൽ ഓണപരിപാടി ഉണ്ട്, എന്തായാലും എല്ലാവരും എത്നിക്കോ ട്രഡീഷണലോ സാരിയോ കൊടുത്ത് വരണം എന്നുള്ള കാര്യം. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു എനിക്കെന്ന് പറയുന്നത് എന്റെ ഡ്രസ്സ്, ഞാനൊരു ദിവസം വാഷ്റൂമിൽ ഇരിക്കുന്ന ടൈം എന്റെ അതേപോലെ ഒരു മുസ്ലിം പെൺകുട്ടിയെ കണ്ടു. അതായത് അവൾ എന്നെ പോലെ ആയിരുന്നു. സാധാരണ കാണുമ്പോൾ ഒരു വെള്ള കളർ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവള് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര പോലെ കയ്യിലുള്ള ഡ്രസ്സ്, പിന്നെ ഇങ്ങനെ നെക്കുള്ള ഡ്രസ്സ്. അപ്പൊ അവളെ ശരീരത്തിന് അത് കളറൊക്കെ കണ്ടപ്പോ തന്നെ അവളെ കാണാൻ ഒടുക്കത്തെ ഭംഗിയായി, എന്തൊരു ഭംഗി. അപ്പൊ തന്നെ എനിക്ക് ഒരാഗ്രഹമായി. എൻ്റെ ഒക്കത്തുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത്ര പോലുള്ള ഡ്രസ്സായിരുന്നു, പിന്നെ ഇന്നറൊക്കെ ഉള്ള ഡ്രസ്സായിരുന്നു, എൻ്റെ ബോഡി കാണാത്ത രീതിയിലുള്ള ഡ്രസ്സായിരുന്നു എൻ്റെ ഒക്കത്തുണ്ടായിരുന്നത്. അപ്പൊ തന്നെ ഞാൻ ഉമ്മയോട് പറഞ്ഞു, അതായത്
എനിക്ക് അതുപോലുള്ള ഡ്രസ്സ് വേണം എന്നൊക്കെയാണ് ഉമ്മയോട് ബഹളം വെക്കുന്ന ടൈമായിരുന്നു. പെട്ടെന്ന് ഓണത്തിന്റെ ഈ ഒരു സാരി എടുത്ത് വരണം എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ബ്ലൗസ് ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ അടിക്കത്തുള്ളൂ, അതായത് നല്ല രീതിയിൽ കളർ കാണിക്കുന്ന രീതിയിൽ മാത്രമേ ഞാൻ അടിക്കത്തുള്ളൂ എന്നെനിക്ക് വാശിയായി. അങ്ങനെ ഇരിക്കെ ഞാൻ എന്തായി നല്ല രീതിയിൽ ബ്ലൗസ് ഒക്കെ അടിച്ചു, അതായത് ഇങ്ങനെയുള്ള നെക്കിലൊക്കെ ബ്ലൗസ് ഒക്കെ അടിച്ചു, ഇത്ര പോലുള്ള കൈയും. അങ്ങനെ ഞാൻ ഈ സാരി എടുത്ത് അന്നത്തെ ദിവസം ട്രെയിനിലോട്ട് വന്നു. അപ്പൊ തന്നെ ആ ട്രെയിനിൽ നിന്നും ഞാൻ എന്റെ കോളേജിലേക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ട്രെയിനിൽ ആ ബോഗിയിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് ഞാൻ തന്നെയാണെന്ന്. കാരണം ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലോട്ടേക്ക് നടക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ്, അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ തൊണ്ടൻചമാറ് വരെ എല്ലാവരും നോക്കിക്കൊണ്ടായിരുന്നത് എന്നെ മാത്രമായിരുന്നു. ഓണത്തിന്റെ അന്ന് എത്രയോ പേര് അവിടെ സാരി എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെ നോട്ടം എന്നെയായിരുന്നു. ഞാൻ ഈ നാലാളെന്നെ നോക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ സാരിയുടെ ബ്ലൗസും സാരി എടുത്തതും ഒക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിൽ ഒരു 100 ആൾക്കാരെങ്കിലും എന്നെ ആ സ്റ്റേഷനിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് നല്ല കോൺഫിഡന്റ് വന്നു, അതായത് എന്നെ കാണാൻ കൊള്ളാം. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും കണ്ണ് എന്റെ മേലിലായിട്ടാണ്. ട്രെയിനിൽ കയറുമ്പോൾ അവിടെയോ അതെ നല്ല രീതിയിൽ ആൾക്കാർ എന്നെ മാത്രമായിരുന്നു നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭയങ്കരത്തിലുള്ള ഒരു സന്തോഷവും ഒക്കെ തന്നെ തോന്നി. അങ്ങനെ കോളേജിലെത്തി. കോളേജിൽ പിന്നെ പറയണ്ട, കോളേജിൽ എന്നെ നോക്കാത്തതായിട്ട് ഒരു ടീച്ചേഴ്സും ഒരു മാഷും ഒരു പിള്ളേരും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്നായിരുന്നു ഞാൻ ഈ അവനെ കാണുന്നുണ്ടായിരുന്നത്. അപ്പോ അവനും അവന്റെ കൂട്ടുകാരും തമ്മിൽ അവിടെ ചിരിച്ചു കളിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അവനെങ്ങനെയെങ്കിലും എന്നെ കാണണം. അവനാണെങ്കിൽ എന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവൻ അവിടെ ഓണത്തിന് ബാക്കി പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതും ഒക്കെ തന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അവന്റെ കൂട്ടുകാർ അവന്റെ തലയിൽ ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടയാക്കി എറിഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. അവന്റെ തലയിൽ നിറച്ചും പേപ്പറിന്റെ ബോൾസ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നല്ല ചാൻസ് ആണ്. അങ്ങനെ ഞാൻ അവനെ ചെള്ളി, അതായത് ഞാൻ അവൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവനെ പോയിട്ട് ഇങ്ങനെ ചെള്ളിയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരലോ. അപ്പൊ അവൻ ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വരോ. അങ്ങനെ അവന് പെട്ടെന്ന് തന്നെ കണ്ട ഉടനെ അവന് കണ്ണിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ തന്നെ നോക്കി. എന്നിട്ട് ഞാൻ അത്യാവശ്യം ചെറുതായിരുന്നു, അവന്റെ അടുത്ത് ഞാൻ ചെറുതായിരുന്നു. അപ്പൊ അവന് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കുനിഞ്ഞിട്ട് എന്താ എന്ന് ചോദിച്ചു, അതായത് എന്റെ ചുണ്ട് അവന്റെ ചെവിയിലെത്തുന്ന രീതിയിൽ അവൻ ഇങ്ങനെ കുനിഞ്ഞു. എന്നിട്ട് ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിന്റെ തലയിൽ ഫുള്ളും ബോൾസിന്റെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഭയങ്കര സൗണ്ട് ആയിരുന്നു. അവന് എന്താ എന്ന് ചോദിച്ച് നല്ല രീതിയിൽ കുനിഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു നിന്റെ തലയിൽ മുഴുവനും ബോൾസ് നിന്റെ ചങ്ങായിമാർ ഉരുട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഓ ശരിയാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിന് അവിടെ പോയി. പിന്നീട് ഒരു ദിവസം പോലും അവൻ എന്നെ നോക്കാനുണ്ടായിരുന്നില്ല. അവൻ ചിരിക്കും, സ്റ്റെപ്പിന്റെ നടന്നൊക്കെ എന്നെ ഇങ്ങനെ കാണും, കുറെ സമയം സംസാരിക്കും. അങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ച് പരിചയപ്പെട്ട ഫ്രണ്ടായി വന്നു. അങ്ങനെ ഒരു ദിവസം അവന്റെ ആഗ്രഹം എന്നോട് പറഞ്ഞു, അതായത് എനിക്ക് നിന്നോട് വേറൊരു ആഗ്രഹം കൂടെ ഉണ്ട്, അത് നീ എനിക്ക് സാധിച്ചു തരുമോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു നമുക്ക് ട്രെയിനിൽ സ്ലീപ്പറിൽ കയറാം എന്ന് പറഞ്ഞു. അതെന്തിനാ? ടിക്കറ്റ് ഒക്കെ ഞാൻ എടുക്കാം, നീ എന്റെ കൂടെ സ്ലീപ്പറിൽ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആഗ്രഹം അതാണല്ലോ. ഞാൻ അവനോട് പറഞ്ഞു എന്നാ ശരി നമുക്ക് സ്ലീപ്പറിൽ കയറാം. അങ്ങനെ സ്ലീപ്പറിൽ കയറി ഞാൻ ആഗ്രഹിച്ചതും അവൻ ആഗ്രഹിച്ചതും പകുതി അവിടെ നടന്നു. ആ ബോഗിയിൽ സ്ലീപ്പറിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ആ സ്വബീക്ക്, അതായത് ആ ഒരു 5 മണിയുടെ ട്രെയിനിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുള്ളായിട്ട് നടന്നിട്ടില്ല. അവൻ എന്താണ് ആഗ്രഹിച്ചത് അതിന്റെ പകുതി, ഞാൻ ആഗ്രഹിച്ചതിന്റെ മുക്കാലും നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അന്നത്തെ ദിവസം അവൻ പറഞ്ഞു നീ ഇന്ന് കോളേജിൽ പോകണ്ട, നമുക്ക് അടുത്ത എവിടെയെങ്കിലും നല്ല രീതിയിൽ വിശ്രമിക്കാനുള്ള ഒരു സംഭവം എടുക്കാം എന്ന് പറഞ്ഞു. ആ ടൈമിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ട്രെയിന് കിട്ടുന്നെന്ന് എനിക്ക് വിചാരിച്ചതുപോലെ എന്റെ ആഗ്രഹം എനിക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം നമ്മള് അവിടെ തന്നെ ഒരു മാൾ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തൊരു നല്ല പബ്ബൊക്കെയുള്ള ഒരു സ്ഥലം എടുത്ത് അവിടെ നിന്ന് എൻജോയ് ചെയ്ത് എനിക്ക് എന്താണോ വേണ്ടത് അവൻ എനിക്കും തന്നു, അവന് വേണ്ടത് ഞാനും കൊടുത്തു. നമ്മൾ 2 പേർക്കും വേണ്ടതൊക്കെ നമ്മൾ 2 പേരും ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ അവനെ ആഗ്രഹിച്ച അതേ ആഗ്രഹം അവന്റെ മനസ്സിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. കാരണം ആ സാരിയിൽ കണ്ട ആണുങ്ങൾ പകുതി ആൾക്കുണ്ടായ ആഗ്രഹം തന്നെയായിരുന്നു അവനും. പക്ഷെ അവന്റെ ആഗ്രഹം എന്നെ കൊണ്ട് സാധിക്കാൻ സാധിച്ചു. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. വെറുതെ അല്ല, 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾ സെറ്റിംഗ് ഒക്കെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.